ഹായ് ഗൈസ്, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ലിവർ ഫ്രൈ ആണ്. അതിന് ആവശ്യത്തിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മീഡിയം സൈസ് സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മീഡിയം പീസ് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് 8 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് ചതച്ചെടുത്തേക്കുന്നതാണിത്. പിന്നെ ഒരു 3-4 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട പൊടികളെന്ന് പറഞ്ഞാൽ നമ്മൾ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ നമുക്കതിനകത്ത് ഗരം മസാല എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണ് തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരക പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് ഇത് വെക്കുന്നത്. മൺചട്ടിയിലേക്ക് നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഓക്കെ, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ടു. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക് ഇടുക. അതേപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന 2 സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊരു നല്ല സവാള ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നല്ല രീതിയിൽ വഴറ്റുക. ചെറിയ തീയിൽ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ ഏകദേശം സവാള ചെറുതായിട്ട് വഴന്നു വരുന്നുണ്ട്. ഈ ചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നല്ല സെയിം ലെവലിൽ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഹീറ്റ് സ്പ്രെഡായിട്ട് കിട്ടും. പാനി വെക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ചട്ടിയിൽ വെക്കുന്നതാണ്. ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സവാള നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളറ് നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആവുന്ന രീതിയിലുള്ളൊരു കളർ വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പൊടികളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇടാം. തീ ചെറുതായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം പ്രത്യേകിച്ച് ചട്ടി ആയതുകൊണ്ട് മസാല അടിക്ക് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. ബാച്ചിലേഴ്സിന് ഒക്കെ ആണെങ്കിൽ ഈ കറക്റ്റ് അളവിലുള്ള ഇൻഗ്രീഡിയൻസെല്ലാം എടുത്തിട്ട് ഇതേപോലെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ക്ലിയറാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഈ ചട്ടിയിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കുകയാണ്. ലിവർ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഒരു മീഡിയം പീസിലാണ് കട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ചെറിയ പീസിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചേർക്കുക. ചേർത്ത് മസാല എല്ലാം ഇതിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു 5-6 മിനിറ്റ് ഇത് ക്ലോസ് ചെയ്ത ശേഷം വേവിക്കേണ്ടതാണ്. ഒരു ലേശം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല. ഞാൻ എടുത്ത ലിവറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അടിക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഇത് നമുക്കൊരു 6 മിനിറ്റ് 6 to 7 മിനിറ്റ്സ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടുമുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതിന് തീ ഓഫ് ചെയ്യാം. അതിനകത്തോട്ട് നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ റെസിപ്പി, അതായത് ചിക്കൻ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്